നമുക്കിന്നൊരു മിൽക്കി ഗനാഷ് കേക്കിൻ്റെ റെസിപ്പി കണ്ടാൽ ഒരുപാട് പേരായി നമ്മളോട് ഇതിൻ്റെ റെസിപ്പി ചോദിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ഇതിലേക്ക് 250 ഗ്രാം ക്രീമാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. വിപ്പിംഗ് ക്രീം അല്ല, നമ്മുടെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തേക്കുന്നത്. 250 ഗ്രാം ഫ്രഷ് ക്രീമും 500 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും പ്ലസ് ഒരു 30 or 50 എക്സ്ട്രാ ഒരു മിൽക്ക് ചോക്ലേറ്റും കൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മിൽക്ക് ചോക്ലേറ്റ് നല്ല മധുരമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത്രയും മധുരം വേണ്ടെന്നാണെങ്കിൽ ആ ഒരു 30 ഗ്രാം അല്ലെങ്കിൽ 50 ഗ്രാം എടുക്കുന്ന ചോക്ലേറ്റ് ഡാർക്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഈവൻ ആയിട്ട് ബാലൻസ് ആയിട്ട് ഇരുന്നോളും. ഇത് എക്സ്ട്രാ നമ്മൾ ആ ഒരു പീസ് ചോക്ലേറ്റ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നോർമൽ ബ്ലാക്ക് ഗനാഷ് 250 500 ഓക്കെ ആയിരിക്കും. പക്ഷേ മിൽക്ക് കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്കപ്പോൾ കുറച്ചുകൂടി റിച്ചായിട്ട് വേണമെന്നാണെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യാം കേട്ടോ. കേക്കിൻ്റെ ടേസ്റ്റും ആ റിച്ച്നെസ്സും ഒക്കെ കുറച്ചുകൂടെ കൂടി നല്ല അടിപൊളിയാകും. ഇതിപ്പോൾ പറയണ്ട കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ആ ഒരു ബ്രാൻഡൊക്കെ മാറുന്നതനുസരിച്ചിട്ട് ചോക്ലേറ്റിൻ്റെ ക്വാളിറ്റി മാറുന്നതനുസരിച്ചിട്ട് കുറച്ചുകൂടെ റേറ്റും കുറച്ചുകൂടെ ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഗനാഷ് തിക്കാക്കി എടുക്കാം, അതല്ലാന്നാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും തിക്കാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒരു സിമിലർ വീഡിയോ നമ്മളുടെ ഡാർക്ക് ഗനാഷിനെ പറ്റി ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഞാനിതിങ്ങനെ വിസ്തരിച്ച് പറയാത്തത്. ഞാനത് എന്തായാലും പിൻ ചെയ്തേക്കാം. സെയിം മെത്തേഡ്, സെയിം കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ആ ഒരു മിൽക്ക് കോമ്പൗണ്ടിൻ്റെ ക്വാണ്ടിറ്റി മാത്രമാണ് ചെറിയൊരു വ്യത്യാസം ഉള്ളത് കേട്ടോ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ആ സെയിം ഗനാഷ് തന്നെയാണ് നമ്മളുടെ ഈ പൈപ്പ് ചെയ്യാനും ഫില്ല് ചെയ്യാനും പുറത്തുള്ള ആ ഒരു കോട്ടിങ് കൊടുക്കാനും ഒക്കെ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അത് ആ വലിയ വീഡിയോയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇതൊരു കുട്ടി ഷോർട്സ് ആയതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഇട്ടേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ റെസിപ്പി ഇഷ്ടമായാൽ പറയാൻ മറക്കല്ലേ കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസുമായിട്ട് കാണാവേ.